ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുവാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി പ്രസവമാവാനായിട്ട് 7 മാസം ആകുമ്പോഴേക്കും നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ അമ്മയും കൂടി നിർബന്ധിക്കും കേട്ടോ ആ മരുന്ന് കഴിക്കാൻ വേണ്ടി. ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ചത്താലും കുഴപ്പമില്ല, എൻ്റെ മോളെ, എൻ്റെ വയറ്റിലുള്ള മോളാണെങ്കിലും മോനാണെങ്കിലും ഒന്നും സംഭവിക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ജീവനോടത്തോളം കാലം എൻ്റെ കുഞ്ഞിനെ ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. പ്രകാശാണെങ്കിൽ ലക്ഷ്മിയെ വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പ്രകാശ് പറയണ്ടേ, നോക്ക് ലക്ഷ്മി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നെ ജീവനാണ്, നിന്നെ മാത്രമല്ല നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഈ നാട്ടിൽ നമുക്ക് ജീവിക്കണ്ട ലക്ഷ്മി എന്ന് പറയാണ്. ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണോ? ആക്കണോ പ്രകാശേട്ടാ പറ. ഇവിടുത്തെ ആചാരം അങ്ങനെയാണ്. പെമ്പിള്ളേർ ജനിച്ചു കഴിഞ്ഞാൽ കുലം മുടിയെന്നാ പറഞ്ഞത്. മാത്രമല്ല നിനക്കും കൂടി നാണക്കേടാ. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ദുഷ്ടത്തരോ അല്ലെങ്കിൽ എന്തെങ്കിലും കരടോ അല്ലെങ്കിൽ നീ നല്ല നടപ്പുകാരിയല്ല എന്നൊക്കെയായിരിക്കും ഈ നാട്ടുകാർ പറയണത്. നാട്ടുകാരുടെ മുമ്പിൽ നിനക്കും തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റില്ല ലക്ഷ്മി എന്ന് പറയാണ്. എന്നെക്കുറിച്ച് പ്രകാശേട്ടന് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ ലക്ഷ്മി, ഒരിക്കലുമില്ല. പിന്നെ നമ്മൾ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രകാശേട്ടാ ജീവിക്കേണ്ടത്? നമ്മൾ നമുക്ക് വേണ്ടിയല്ലേ ജീവിക്കേണ്ടത് എന്നൊക്കെ പറയുവാണ്. പക്ഷെ ഞാൻ എന്താ ലക്ഷ്മി ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ, എനിക്ക് ഈ കുഞ്ഞിനെ വേണം, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ എന്ന് ലക്ഷ്മി പറയാണ്. അത് കേട്ട് പ്രകാശ് പുറത്തേക്ക് പോകുക കേട്ടോ. പ്രകാശ് അമ്മയടുത്ത് പറഞ്ഞ, അമ്മേ ഒരിക്കലും ലക്ഷ്മി സമ്മതിക്കില്ല, ലക്ഷ്മിക്ക് അത്ര ജീവനാണ് ആ കുഞ്ഞ് എന്ന് പറയുവാണ്. ആ സമയത്ത് അമ്മമ്മ പറയുന്നുണ്ട്, എടാ എനിക്ക് മനസ്സിലാവും, പക്ഷെ എന്നാലും അത് പെൺകുഞ്ഞാവാൻ ഒരു ചാൻസും ഇല്ലടാ. ലക്ഷ്മിയെ കാണുമ്പോഴും ലക്ഷ്മിയുടെ വയറ് കാണുമ്പോഴും ഞാനും പ്രസവിച്ചതല്ലേടാ, എനിക്കും ഒരു വയറ് കണ്ടാലും അതുപോലെ തന്നെ ഒരുപാട് ഗർഭിണികളെ കണ്ട് പരിചയമുണ്ട്. ഞാനൊരു പെണ്ണല്ലേ, അതുകൊണ്ട് എനിക്ക് ആ വയറ് നോക്കിയിട്ട് ഒരിക്കലും അത് പെൺകുട്ടിയാണെന്ന് തോന്നുന്നില്ലടാ. അത് ആൺകുട്ടി തന്നെ ആവാനാ ചാൻസ്. വയറ്റാട്ടികൾക്കും തെറ്റും എന്ന് അമ്മമ്മ പറയാണ്. ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട്, അതേ അമ്മേ, അങ്ങനെ തന്നെ ആവാനേ വഴിയുള്ളൂ. അവർക്ക് തെറ്റിയതായിരിക്കും, അത് ആൺകുട്ടി തന്നെയാണമ്മേ. നമ്മുടെ അമ്മൻ, നമ്മുടെ ഭഗവതി അമ്മൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല, എനിക്ക് ഉറപ്പുണ്ട് എന്നല്ലേ പറയാണ്. അതേടാ, എനിക്കും തോന്നുന്നുണ്ട് അത് ആൺകുട്ടി തന്നെയായിരിക്കും. നമുക്ക് പ്രസവം വരെ നോക്കിയാലോടാ. ഇനി അത് ആൺകുട്ടിയാണെങ്കിൽ നമ്മളത് ചെയ്യേണ്ട വലിയ തെറ്റല്ലേ ഇപ്പം മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ? അതേ അമ്മേ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ മരിക്കുന്നതിന് തുല്യമായിരിക്കും അത്. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, പ്രസവം വരെ കാത്തിരിക്കാം, പ്രസവിക്കട്ടെ, ആൺകുട്ടി തന്നെയായിരിക്കും. അഥവാ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ എന്താ ചെയ്യാം എന്ന് പറയാണ്. ശരിയമ്മേ എന്ന് പ്രകാശം പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മി അടുത്ത് പറയണ്ട, ലക്ഷ്മി നീ പേടിക്കേണ്ട, ഇത് ആൺകുട്ടി തന്നെയായിരിക്കും, നമുക്ക് പ്രസവം വരെ കാക്കാം എന്ന് പറയാണ്. ലക്ഷ്മിക്ക് അപ്പോഴും വല്ലാത്ത ടെൻഷൻ കേട്ടോ. അങ്ങനെ 2 മാസം കൂടി കടന്നു പോവാണ്. ലക്ഷ്മിക്ക് പ്രസവ വേദന വരുവാണ്. വയറ്റാട്ടിയും അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളൊക്കെ കൂടുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മി പ്രസവിക്കുകയാണ് ആരോഗ്യമുള്ള നല്ല സുന്ദരി പെൺകുട്ടീനെ. അപ്പോഴേക്കും നമ്മുടെ അവിടുത്തെ ആ ചേച്ചിമാരുണ്ടല്ലോ, അവർ പറയുന്നുണ്ട്, ഹോ ദേ പെൺകുട്ടിയാ ജനിച്ചിരിക്കണത്, കുലം മുടിഞ്ഞു എന്നൊക്കെ രീതി പറയുക കേട്ടോ. ആ സമയത്ത് അമ്മമ്മ വേഗം പുറത്തേക്ക് ഓടുവാണ്. എടാ പ്രകാശ, ചതിച്ചല്ലോടാ, ആൺകുട്ടിയല്ലടാ, പെൺകൊച്ചാണ്. എന്ത് ചെയ്യുമേ നമ്മള്? എല്ലാവരും അറിഞ്ഞു, പക്ഷെങ്കിലും കുഴപ്പമൊന്നുമില്ലടാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞെ ഇവിടെ നിന്ന് മാറ്റണം. അമ്മ എന്തേ പറയണത്? ലക്ഷ്മി അറിഞ്ഞിട്ടില്ല അവൾ പ്രസവിച്ച കാര്യം. അവൾക്ക് ബോധമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആണാണോ പെണ്ണാണോ ഒന്നും അവൾ അറിഞ്ഞിട്ടില്ല. അവളിപ്പോൾ ബോധമില്ലാതെ നല്ല മയക്കത്തിലാണ് അവൾ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്യണം. നോക്ക്, ഈ കാര്യം വയറ്റാട്ടിയും ഇവിടുത്തെ 2 പെണ്ണുങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നാട്ടിൽ പാട്ടാവണ മുമ്പ് നമുക്കിത് എങ്ങനെയെങ്കിലും ചെയ്യണോടാ. അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയണത്? അവൾക്ക് ബോധം വന്ന മുമ്പ് നമുക്ക് കുഞ്ഞിനെ ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറയണം. അമ്മേ, അതൊക്കെ നടക്കോ? ലക്ഷ്മി സമ്മതിക്കോ? ബോധം വന്നു കഴിഞ്ഞാൽ അവൾ പ്രശ്നം ഉണ്ടാക്കില്ലേ? എടാ, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാടാ. കുഞ്ഞില്ലെന്നോ കുഞ്ഞ് മരിച്ചു പോയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അമ്മ അവള് സമ്മതിക്കില്ല അമ്മേ. എടാ, നമുക്കിതില്ലാതെ വേറെ മാർഗമില്ല, നിനക്കറിയാലോ, നമുക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല, വഴിയില്ല. ഇവിടെ നമ്മുടെ കൃഷിയും കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളത്. ശരിയമ്മേ, അമ്മ പറയണ പോലെ നമുക്ക് എന്താണെന്ന് ചെയ്യാം എന്ന് പറയുവാണ്. അങ്ങനെ ലക്ഷ്മി നല്ല മയക്കത്തിലായിരുന്ന സമയത്ത് ആ കുഞ്ഞിനെ എടുക്കുവാണ് പ്രകാശൻ. ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഒരു പ്രാവശ്യം നോക്കുന്നുണ്ട്. അത് കാർത്തികയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞിനെ നോക്കിയതിനു ശേഷം, എന്താണ് നീ നോക്കണത്? നിനക്കെന്താ, നിന്റെ മനസ്സ് മാറുന്നുണ്ടോ? ഇല്ലമ്മേ എന്ന് പറയാണ്. എങ്കിൽ വാ, ആ കുഞ്ഞായിട്ട് വാ എന്ന് പറയുകയാണ്. അങ്ങനെ അമ്മമ്മയും ആ പ്രകാശനും കാർത്തിക എന്ന കുഞ്ഞു വാവിയായിട്ട് അവർ നട്ടപ്പാതിരാത്രി പോകുവാട്ടോ കാർത്തികനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കാർത്തികനെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ലക്ഷ്മിയുടെ കയ്യിൽ തന്നെ കാർത്തികനെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ലക്ഷ്മി ആ കാർത്തികനെ വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ചത്. പക്ഷെ കാർത്തികനെ തിരിച്ചു കിട്ടിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ പ്രകാശൻ ചോദിക്കുന്നുണ്ടാവാം, നിനക്ക് നിന്റെ കുഞ്ഞാണോ ഞാനാണോ വലുതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി പറയും, തീർച്ചയായിട്ടും പറയും, ഒരു അമ്മക്ക് തൻ്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അതെ, എനിക്ക് എൻ്റെ കുഞ്ഞാണ് വലുത് എന്ന് പറയുമ്പോൾ പ്രകാശൻ നമ്മുടെ അമ്മനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് നാട് വിടുമായിരിക്കും. അതാണ് ലക്ഷ്മി ആ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് ആ നാട്ടുകാരുടെയും എല്ലാവരും ഇങ്ങനെ വായിക്കണ കേട്ടിട്ട് ആ ലക്ഷ്മി ആ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുക കേട്ടോ.
അങ്ങനെ ലക്ഷ്മി കഷ്ടപ്പെട്ട് വളർത്തി വലുതായി കഴിയുമ്പോഴാണ് ആ കുട്ടിയുടെ അടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ടാവുക. എന്തായാലും ഫ്ലാഷ് ബാക്ക് ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പ്രകാശന സ്വന്തം മകളാണ് കാർത്തിക എന്ന് മനസ്സിലാവാണ്ട് അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് പ്രകാശൻ ചോദിക്കും, എന്താ മേഡം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ? ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ പ്രകാശന് എവിടെയോ കണ്ട പോലത്തെ ഒരു ഓർമ്മ, അതുകൊണ്ട് ഞാൻ ആലോചിച്ചു പോയതാ. അതെ മേഡത്തിന് ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, മേഡത്തിന്റെ കുടുംബമൊക്കെ എവിടെയാ? എനിക്കൊരു അമ്മ മാത്രമേ ഉള്ളൂ, ചെന്നൈയിലാണ് എന്ന് പറയാണ്. എന്നിട്ട് ആ നാടിന്റെ പേര് പറയുമ്പോഴേക്കും നമ്മുടെ പ്രകാശൻ ഒന്ന് നെട്ടുന്നുണ്ടോ. എന്താ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുവാണ്. അതിനുശേഷം പ്രകാശ് വണ്ടി ഓടിക്കുമ്പോഴേക്കാ കാർത്തികയുടെ നോട്ടം ഫുള്ളും പ്രകാശിനെ തന്നെയാണ് കേട്ടോ. എന്തായാലും കാർത്തികയുടെ അമ്മ ലക്ഷ്മി ഇപ്പോഴും നാട്ടിൽ തന്നെയാണ്. ലക്ഷ്മി നാട്ടിലെത്തിയിട്ടില്ലെന്ന് കാര്യം 100% ഉറപ്പാണ്. അതിനുശേഷം നമ്മുടെ കാർത്തിക കമ്പനിയൊക്കെ പ്രകാശനെ കാണിക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് പ്രകാശിനോട് സംസാരിക്കുന്നത്. ഡ്രൈവിംഗ് ഒക്കെ കഴിയുമ്പോൾ പ്രകാശിന് നല്ലൊരു എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പ്രകാശിന് വല്ലാതെ സന്തോഷം തോന്നും കേട്ടോ. തൻ്റെ മകളുടെ കയ്യിൽ നിന്നാണ് പൈസ മേടിക്കുന്നത് പോലും പ്രകാശിന് അറിയില്ല. പ്രകാശിന് ശരിക്കും പറഞ്ഞാൽ അന്ന് മുതലാണ് പെൺകുട്ടികളുടെ ചെറിയ ദേഷ്യവും, അതായത് ആ നാട്ടിൽ നിന്നത് കൊണ്ടിട്ടാണ് പെൺകുട്ടികളുടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ആ ഒരു ആചാരം, ആ ദുഷിച്ച ആചാരമാണ് പ്രകാശിന്റെ മനസ്സിൽ അപ്പോഴും ഇപ്പോഴും ഇനി മരണം വരിക. അങ്ങനെ നമ്മുടെ കാർത്തിക് ആണെങ്കിൽ ഇടയ്ക്കും തലയ്ക്കും തന്റെ സഹോദരിമാരായ കാദംബരിനെ കല്യാണിനെയൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാദംബരിനെ കല്യാണിനെയൊക്കെ കാണുമ്പോഴൊക്കെ നമ്മുടെ കാർത്തികക്ക് വല്ലാത്ത സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അവർക്കും അങ്ങനെ തന്നെയാണോ കാർത്തിക അടുത്ത് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നുണ്ട്. എന്തായാലും ഒരേ രക്തമാണല്ലോ, ആ ഒരു തിരിച്ചറിവ് അവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെ നമ്മുടെ കാർത്തികയുടെ അമ്മേനെ കൂട്ടിക്കൊണ്ടുവന്ന ഭാഗമായിരിക്കും നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ തീർച്ചയായിട്ടും കാണാൻ പോണത്. കാർത്തികയുടെ അമ്മക്ക് കല്യാണിനെയും അതുപോലെ തന്നെ കാദംബരിനെയൊക്കെ വല്ലാതെ സ്നേഹമായിരിക്കും. കാരണം പ്രകാശിന്റെ മക്കളാണല്ലോ. പിന്നെ ദീപയെടുത്ത് പ്രകാശ് തന്നോട് ചെയ്ത അതേ തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലക്ഷ്മിക്ക് അറിയാം. കാരണം കല്യാണി ജനിച്ചപ്പോൾ കാർത്തികടുത്ത് ചെയ്തത് എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് കല്യാണി എടുത്ത് പ്രകാശം ചെയ്തത്. ഒന്നില്ലെങ്കിൽ അതൊക്കെ തന്നെയല്ല, അതിനേക്കാളും അപ്പുറമാണ് പ്രകാശ് ചെയ്തത്. ആ സമയത്ത് നമ്മുടെ ലക്ഷ്മി വിചാരിക്കും, ഒരു കണക്കിന് കാർത്തിക ജനിച്ചു കഴിഞ്ഞപ്പോൾ പ്രകാശിനെ ഉപേക്ഷിച്ച് പോയത് നന്നായി, അല്ലെങ്കിൽ കല്യാണിനെ എന്തുമാത്രം ഉപദ്രവിച്ചോ ആ രീതി തന്നെയായിരിക്കുമല്ലോ കാർത്തിക അനുഭവിച്ചിട്ടുണ്ടാവുക. കല്യാണി പാവം ഒരു പ്രായമാവണ വരെ 10-20 വയസ്സ് വരെ ഒരുപാട് കഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്മിക്ക് കല്യാണിനടുത്ത് ഒരു ചെറിയ അടുപ്പമൊക്കെ ഉണ്ടാവും കേട്ടോ. എന്തായാലും നമ്മുടെ പ്രകാശൻ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ലക്ഷ്മിയും കൂടി വന്നു കഴിയുമ്പോഴേക്കും പ്രകാശന്റെ പതനം പൂർണ്ണമാവും. മാത്രമല്ല ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് പ്രകാശന്റെ അമ്മയാണ്. കാരണം ഇവരാണല്ലോ ദുഷിച്ച ആചാരം കാര്യങ്ങളും ഇപ്പോഴും ഒരു പണ്ടത്തെ കാലത്ത് ഒരു മൈൻഡ് സെറ്റ് വെച്ച് ജീവിക്കണവര്. പെൺകുട്ടികളല്ല ആൺകുട്ടികളാണ് എപ്പോഴും നമ്മുടെ കാലശേഷം നമ്മളെ നോക്കാനുണ്ടാവുക. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ ആൺകുട്ടിയില്ല പെൺകുട്ടികൾ മാത്രം. പ്രകാശൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പ്രകാശിന്റെ ബില്ല് കെട്ടാൻ പോലും തന്റെ മകളായ കല്യാണി ഉണ്ടായുള്ളൂ. അപ്പോഴും പ്രകാശൻ അതൊന്നും അംഗീകരിക്കണമെന്നില്ല കേട്ടോ. പണിക്ക് പോണത് പോലും വിക്രത്തിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്തായാലും പ്രകാശന് വളരെയധികം വലിയ തിരിച്ചടിയാണ് ഇനി കിട്ടാൻ പോണത്. കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഒറിജിനൽ എപ്പിസോഡ് വന്നിട്ടില്ല, ഉച്ചയാവും കേട്ടോ. എന്നാലും ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ അപ്പം തന്നെ ഇടാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.